നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മളൊരു പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ലാർജ് ബൗൾ എടുക്കുക. അതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഫ്ലഫി ക്രീമി ആയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പ്യൂരി ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 2 പാഷൻ ഫ്രൂട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അല്പം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് മധുരം അമിതമായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പുളിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളവർ ഇതിൽ മധുരമൊന്നും ചേർക്കാതെ ഇതങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ ബേസാണ്. അതിൽ ഞാൻ കേക്കാണ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചാലും മതി. ഇവിടെ എൻ്റെ ബിസ്ക്കറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നും മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മളുടെ പുഡിങ്ങിൻ്റെ ലെയറിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ബേസായിട്ട് നമ്മൾ ഇവിടെ കേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട്. ഇനി ബേസിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിങ് ഉള്ള കാരണം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് യെല്ലോ കളറും ഉണ്ട്. ഇപ്പോൾ കൂടുതൽ യെല്ലോ കളർ വേണമെന്നുള്ളവർ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ലെയറും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കേക്കും കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത പാഷൻ ഫ്രൂട്ട് സീഡ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ഇപ്പം നമ്മളുടെ ലെയറിങ് കഴിഞ്ഞിട്ട് ഇനി ഒരു 15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവണം. അതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം.